ഹലോ എവരിവൺ, ഹായ്. ഇന്ന് തായ്ലൻഡ് ട്രിപ്പിൽ സെക്കൻഡ് ഡേ ആണ്. ഇന്ന് ഞങ്ങൾ പോകുന്നത് ഫിഫി ഐലൻഡിലേക്കാണ്. ഇതാണ് ഞങ്ങളുടെ ഗൈഡ്, പേര് ടോണി. ഞങ്ങളോടെല്ലാം ഒരുമിച്ചിരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പോൾ മങ്കി ബീച്ചിൽ എത്തിയിരിക്കുകയാണ്. നമ്മൾ സായിപ്പും മദാമെ അവിടെ നീന്തി കുളിക്കുകയാണ്. സ്ക്യൂബ ഡൈവിംഗ് നല്ല രസമായിരുന്നു. തിയറി എക്സാമിന് പഠിച്ചിട്ട് പോയിട്ട് നേരെ പ്രാക്ടിക്കൽ എക്സാം എഴുതിയ പോലെ ഉണ്ടായിരുന്നു. ബോട്ടിൽ നിന്ന് ഇറങ്ങി സ്നോർക്കലിംഗ് ചെയ്യുന്ന കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഐലൻഡ് ഭയങ്കരമായിട്ട് ഹിറ്റായത് ഏകദേശം 2018 ജനത്തിരക്കും അതുപോലെ തന്നെ എൻവയോൺമെന്റൽ പ്രോബ്ലംസും ഇഷ്യൂസും ഒക്കെ കാരണം ഇതങ്ങ് പൂട്ടിയിട്ടു. എന്ത് രസമാണ് ഈ ബീച്ച് കാണാൻ. നമുക്ക് ഇവിടുന്ന് മാത്രമേ കാണാൻ സാധിക്കുള്ളൂ എന്നൊക്കെ കരുതി നോക്കുമ്പോഴാണ് ആളുകൾ അതുവഴി തേരാപ്പാര നടക്കുന്നത്. അവരെ ഫോളോ ചെയ്ത് നേരെ ബീച്ചിലേക്ക് എത്തി. മനോഹരമായിട്ടുള്ള ഒരു സ്ഥലം. പക്ഷെ ഞങ്ങൾക്ക് സങ്കടം തോന്നിയ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ഷോർട്ട് ടൈം മാത്രമേ ഞങ്ങൾക്ക് അവിടെ സ്പെൻഡ് ചെയ്യാൻ സമയം കിട്ടിയുള്ളൂ എന്നുള്ളതാണ്. ഐലൻഡുകൾ മുഴുവൻ ഞങ്ങൾ നട്ടുച്ച വെയിലത്ത് തെണ്ടി നടന്നുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ വന്ന് സ്പെൻഡ് ചെയ്യാനുള്ള ഒരു ആരോഗ്യമൊന്നും ഇല്ലായിരുന്നു. ഗോവ ബീച്ചിലൊക്കെ പോയി ഇറങ്ങിയ ഒരു ഫീലാണ് ഇവിടെ. അങ്ങനെ അതിസാഹസികമായ ഗജാമിനി വാക്കിന് ശേഷം ഞങ്ങൾ തിരിച്ച് ബോട്ടിൽ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മളിപ്പോൾ തായ്ലൻഡ് സീരീസ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓൾറെഡി നമ്മൾ 2 വീഡിയോസ് ചെയ്ത് കഴിഞ്ഞു. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കുറച്ച് ട്രാവൽ ടിപ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഇംഗ്ലീഷിലാണ് പറഞ്ഞത്. കുറച്ച് വൈഡർ ആയിട്ടുള്ള ഓഡിയൻസിലേക്ക് എത്തിക്കോളുമല്ലോ എന്ന് കരുതി. ഒന്നെങ്കിൽ ഇംഗ്ലീഷിൽ അല്ലെങ്കിൽ മലയാളത്തിൽ ചെയ്തുകൂടെ? ഇത് എന്തിനാണ് ഈ രണ്ടും കൂടെ മിക്സ് ആക്കുന്നത്? നമ്മുടെ ഒരു ആശങ്ക തീർക്കാൻ വേണ്ടി ഞാൻ എൻ്റെ അമ്മയെ വിളിച്ചു ചോദിച്ചു. അപ്പോൾ അമ്മ എന്നോട് ചോദിച്ച ചോദ്യം എന്നെ താഴ്ത്താണ്. രംഗൻചേട്ടൻ എങ്ങനെയാ ഇത്ര സെറ്റപ്പ് ആയത്? നിനക്കുള്ള മലയാളത്തിൽ വ്ളോഗ് ചെയ്താൽ പോരെ എന്നായി ആളുടെ ചോദ്യം. അപ്പോൾ അമ്മ എൻ്റെ വ്ളോഗ് കണ്ടില്ലേ എന്ന് വിചാരിച്ച് ഞാനിങ്ങനെ ഇരുന്നപ്പോൾ അമ്മ പറഞ്ഞു, നീ ഫുൾ ഇംഗ്ലീഷിലല്ലേ ചെയ്തത്, ഞാൻ അതുകൊണ്ട് സ്കിപ്പ് അടിച്ച് കാണുമായിരുന്നു, പിന്നെ ഇടയ്ക്ക് കുറച്ച് മലയാളം ഉള്ളതുകൊണ്ട് കണ്ടു. ഇതിപ്പോ ഏതോ ഫിലിമിൽ ദിലീപ് ഭഗവത്ഗീത വായിച്ച പോലെ ആയല്ലോ ഈശ്വര. ലക്ഷ്മണനോ തോർത്തില്ല, രാമനോ മുണ്ടില്ല. എന്താ ജീവിക്കണേ? ലക്ഷ്മണനെ തോർത്തില്ലെന്നല്ല, ലക്ഷ്മണനെ തോർത്തില്ല, രാമനോ മിണ്ടിയില്ല എന്നാ. അപ്പൊ എങ്ങനെയാ ഈ വ്ലോഗ് ഫുൾ നമുക്ക് മലയാളത്തിൽ പിടിക്കാം അല്ലേ? വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ഫുക്കറ്റിലാണുള്ളത്. ഡേ 2 ആണ്. ഇന്ന് ഫുൾ ഐലൻഡ് വിസിറ്റ്സ് ആണ്. ഹലോ എവരിവൺ, ഹായ്. ഇന്ന് തായ്ലൻഡ് ട്രിപ്പിൽ സെക്കൻഡ് ഡേ ആണ്. ഇന്ന് ഞങ്ങൾ പോകുന്നത് ഫിഫി ഐലൻഡിലേക്കാണ്. ജസ്റ്റ് വാനിന് വേണ്ടി വെയിറ്റിംഗ് ആണ് ഹോട്ടൽ ലോബിയിലിരിക്കുക. തന്നെ നമ്മുടെ വാൻ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അതിൽ കയറി. ഞങ്ങളോടൊപ്പം വേറെയും ആളുകൾ സഞ്ചരിക്കുന്നുണ്ട്. തിരിച്ചെത്തുമ്പോൾ വണ്ടി നമ്പർ മറന്നു പോകാതിരിക്കാൻ ഫോട്ടോ എടുത്തു വെക്കാൻ പറഞ്ഞിരുന്നു. ഇതാണ് ഞങ്ങളുടെ ഗൈഡ്, പേര് ടോണി. What's my name? Okay. So, everyone, so today we are to PP Island. 3 island, 7 stops. 3 island, 7 stops. First island we call Pidon. Pidon, big island and the main island. Second island, smaller one here we call PP Lake. PP Lake is a whole national park area. National Park area. And last island, this one, Thai Nok Island. ഐലൻഡിൽ പോകുന്നതിന് മുമ്പ് അദ്ദേഹം നമുക്ക് ഇൻസ്ട്രക്ഷൻസ് തരുന്നതാണിത്. ഇവരുടെ ഇംഗ്ലീഷിലുള്ള ലാംഗ്വേജ് ഒക്കെ കേട്ടിരിക്കാൻ നല്ല രസമാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ ഇംഗ്ലീഷ് നമുക്ക് മനസ്സിലാവില്ല, നമ്മുടെ ഇംഗ്ലീഷ് അവർക്ക് മനസ്സിലാവില്ല. അതെന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സോങ് ഇല്ലേ, വിനി ശ്രീനിവാസൻ പാടിയ പലവട്ടം കാത്തു ഞാൻ അതിൻ്റെ അകത്ത് പോയില്ലേ വന്നില്ലേ ആ പോലത്തെ സാധനങ്ങളൊക്കെ കുറേ ഇവരുടെ ലാംഗ്വേജിലുണ്ട്. ഇംഗ്ലീഷ് ലാംഗ്വേജ് അവരുടെ സ്ലാങ് ആണത്, പക്ഷെ കേട്ടിരിക്കാൻ നല്ല രസമാണ്. Cannot stop on the beach. You have to photo monkey from the boat only. Why? Because of high tide, low tide. If high tide empty, only photo from the boat. If low tide, come to the beach, photo monkey from the beach. But anyway, sometime, someday, you cannot see monkey all the time. Monkey from mountain, monkey from nature. We cannot guarantee that you see that. ആദ്യം പോകുന്നത് മങ്കി ബീച്ചിലേക്കാണെന്നും അവിടെ ഹൈറ്റൈഡ് ആണെന്നുണ്ടെങ്കിൽ ബോട്ട് അവിടെ നിർത്തില്ല, ബോട്ടിൽ നിന്ന് തന്നെ മങ്കീസിനെ കണ്ടോണം. മങ്കീസ് ആ ബീച്ചിലുണ്ട്, അതുകൊണ്ട് മങ്കി ബീച്ച് എന്ന് പേര് വന്നു. ഇതൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ മങ്കീസിന്റെ കാര്യമല്ലേ, അവരവിടെ ഉണ്ടാവോ ഇല്ലയോ എന്നൊന്നും ഉറപ്പ് പറയാൻ പറ്റത്തില്ല എന്നും അദ്ദേഹം കോഷം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇദ്ദേഹം കയ്യിലെടുത്ത് പിടിച്ചിരിക്കുന്നത് സ്നോർക്കലിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഡിവൈസാണ്. ഈ ഡിവൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്വിം ചെയ്യുമ്പോൾ നമുക്ക് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഡിവൈസാണ്. ഇതിന് വലിയൊരു ലോങ് ഹോളുണ്ട്, അത് മുകളിലേക്ക് വാട്ടറിന് മുകളിലേക്ക് നിൽക്കും. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുന്നത്. ഇവിടെ എല്ലാം ബിസിനസ്സാണ്, അതുകൊണ്ട് തന്നെ നമ്മളെ കൊണ്ട് അവിടുന്ന് പല സാധനങ്ങളും അവർ വാങ്ങിപ്പിച്ചു. ഫോൺ വെള്ളത്തിൽ വീണാൽ നനയാതിരിക്കാനുള്ള കവർ, അതുപോലെ തന്നെ വെള്ളത്തിൽ ഇറങ്ങുമ്പോൾ കാലയിടാനുള്ള ഷൂസ്, ഇതെല്ലാം അവർ അവിടെ മാർക്കറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. 1 hour in Pipidon. 1 hour including lunch time. We get lunch here. ഈ പറഞ്ഞ ഐലൻഡിന്റെ പേരാണ് ഫിഫി ഡോൺ. ഇത് രണ്ടാമത് നമ്മൾ പോകാൻ പോകുന്ന ഐലൻഡാണ്.
ഈ ഐലൻഡിലാണ് ഇവർ സ്ക്യൂബ ഡൈവിംഗ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ചെന്നിട്ട് വേണ്ടവർക്ക് സ്ക്യൂബ ഡൈവിംഗ് ചെയ്ത് നോക്കാവുന്നതാണ്. After that, we go to number 4. In cave number 4, get your time. Take a picture of the cave. Most beautiful. Yeah, we don't come inside the cave anymore. We just park the boat at the front and get photo only. And next on that, number 5. Number 5, we are visit at the lagoon or Philae Lagoon. The lagoon. ഫീലെ ലാഗൂണിൽ പോയിട്ട് സ്വിം ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഹൈറ്റൈഡ് ആണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കയറ്റി നിർത്തില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ സ്ഥലത്ത് പോയി കഴിയുമ്പോൾ ലോങ് ടെയിൽ ബോട്ട് എടുത്തിട്ട് അതുവഴി ട്രാവൽ ചെയ്തിട്ട് ഫോട്ടോസൊക്കെ എടുക്കേണ്ടവർക്ക് അങ്ങനെ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അതിനുവേണ്ടി മുൻകൂറായിട്ട് ഓർഡർ ചെയ്യേണ്ട ആൾക്കാർക്ക് നേരത്തെ ബുക്ക് ചെയ്ത് വെക്കാവുന്നതാണ്. വളരെ കുറച്ച് സമയം മാത്രമേ അവിടെ ഉണ്ടാവുകയുള്ളൂ എന്ന് അദ്ദേഹം മെൻഷൻ ചെയ്യുന്നുണ്ട്. Maya Beach, I like today. Swimming there. They don't allow anyone swimming there. Just visiting, selfie, video only there. Island, because Khai Nok Island. Khai Nok Island, small island, the last one, number 7, that fell. What you do on the last island? If you want to do snorkeling again, you do snorkeling. If you want to do relaxing on the beach, bar, beer, drink, smoking weed, jet ski, banana boat, water sport, what you want on the last island for you. Island. And after that, on the last island, we come back to the pier. 5 o'clock. അങ്ങനെ ഇൻസ്ട്രക്ഷൻ എല്ലാം തന്നതിന് ശേഷം ഞങ്ങളെ ബോട്ടിൽ കയറ്റിയിട്ടുണ്ട്. ഞങ്ങളെല്ലാം ഓരോ ടീമായിട്ട് തിരിച്ചു. അതിനുശേഷം ഞങ്ങളോടെല്ലാം ഒരുമിച്ചിരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. And you can stay there the smell. I return the boat back. അങ്ങനെ നമ്മളിപ്പോൾ മങ്കി ബീച്ചിൽ എത്തിയിരിക്കുകയാണ്. നമ്മൾ മങ്കീസിനെ കാണാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ്. നാട്ടിൽ നിന്ന് മങ്കീസിനെ കണ്ടത് പോരാഞ്ഞിട്ടാണ് ഇവിടെ വന്നിട്ട് മങ്കീസിനെ കാണുന്നത്. ഏതായാലും ഒരു വഴിക്ക് വന്നല്ലേ, ബാക്കിയും കൂടെ കണ്ടിട്ട് പോയേക്കാം. ഹൈറ്റൈഡ് ആയതുകൊണ്ട് ബോട്ട് കരക്കടിപ്പിക്കുന്നില്ല. തൽക്കാലം ബോട്ടിൽ തന്നെ ഇരുന്നുകൊണ്ട് മങ്കീസിനെ കണ്ടോളാനാണ് നമ്മുടെ ടോണി ആശാൻ പറയുന്നത്. കേട്ട പാതി കേൾക്കാത്ത പാതി തലയേന്തി പുറത്തിട്ട് ഞാൻ കണ്ട കാഴ്ച ഇതായിരുന്നു. ഒരു സായിപ്പും മദാമേ അവിടെ നീന്തി കുളിക്കുകയാണ്. ഹൈറ്റൈഡ് ആണത്ര ഹൈറ്റൈഡ്. അങ്ങനെ സായിപ്പും മദാമേ ഹൈറ്റൈഡിൽ നീന്തി കുളിക്കുന്നത് കണ്ട് ഞങ്ങൾ അങ്ങനെ നിൽക്കുകയാണ്. അവർ പ്രൈവറ്റ് ബോട്ടിലാണ് വന്നത്, ഞങ്ങൾ ടീമിൻ്റെ കൂടെയും. പ്രൈവറ്റ് ബോട്ടിലാകുമ്പോൾ എത്ര നേരം വേണമെങ്കിലും അവർക്ക് അവിടെ സ്പെൻഡ് ചെയ്യാൻ സാധിക്കും. പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെയല്ല. ഞങ്ങൾക്ക് അടുത്ത ഡെസ്റ്റിനേഷനിൽ പോകാനുള്ളത് കൊണ്ട് ഞങ്ങളെ പിടിച്ച് ലാൻഡിൽ ഇറക്കിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ആ വഴിക്ക് പല വഴിക്കും പോകുന്നത് കൊണ്ടും സമയം ഒരുപാട് കൺസ്യൂം ആവുന്നത് കൊണ്ടും ഇവർ ഞങ്ങൾ നേരെ അടുത്ത സ്ഥലത്തേക്ക് കൊണ്ടുപോയി. ഈ പാർക്കൂടത്തിലേക്ക് സൂക്ഷിച്ചു നോക്കിയാൽ 1-2 മങ്കീസിനൊക്കെ നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. അങ്ങനെ മങ്കീസിനെ കണ്ടു എന്ന് വരുത്തി ഞങ്ങൾ മങ്കി ബീച്ചിൽ നിന്ന് യാത്രയായി. ഇത് നമ്മുടെ സെക്കൻഡ് ഐലൻഡാണ്. ഇവിടെയാണ് നമ്മൾ സ്നോർക്കലിങ്ങും അതുപോലെ തന്നെ സ്ക്യൂബ ഡൈവിങ്ങും ട്രൈ ചെയ്യുന്നത്. വളരെ മനോഹരമാണ് ഈ സ്ഥലങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. പക്ഷെ ഞങ്ങൾക്ക് ഒരുപാട് സമയം അവിടെ സ്പെൻഡ് ചെയ്യാനില്ലാത്തതുകൊണ്ട് ഞങ്ങൾ വേഗം മുന്നിലേക്ക് നടന്നു തുടങ്ങി. അടുത്തത് സ്ക്യൂബ ഡൈവിംഗ് ആണ്. സ്ക്യൂബ ഡൈവിംഗ് ചെയ്യുന്നവരുടെ കയ്യിൽ അവരൊരു നമ്പർ എഴുതി വെച്ചിട്ടുണ്ടാവും. ഈ നമ്പർ നോക്കിയിട്ടാണ് അവർ നമുക്ക് ഫോട്ടോ. സ്ക്യൂബ ഡൈവിംഗ് ചെയ്യുന്ന ഓരോരുത്തർക്കും ഓരോ ട്രെയിനർ അവർ തരും. ട്രെയിനർ ഇല്ലെങ്കിൽ നമ്മുടെ കാര്യം കട്ടപ്പോകുകയാണ്. നമ്മൾ ഏതെങ്കിലുമൊക്കെ ഒരു വഴിക്ക് ഒഴുകി പോകുന്നുള്ളതാണ്. ഞങ്ങൾ ചെയ്ത സ്ക്യൂബ ഡൈവിംഗ് നല്ല രസമായിരുന്നു. തിയറി എക്സാമിന് പഠിച്ചിട്ട് പോയിട്ട് നേരെ പ്രാക്ടിക്കൽ എക്സാം എഴുതിയ പോലെ ഉണ്ടായിരുന്നു. ഓറലായിട്ട് ഇവർ നമുക്ക് കുറച്ച് ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളും തരും. എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ എന്തൊക്കെ കാണിക്കണം എന്നുള്ള സിമ്പിൾസും പറഞ്ഞു തരും. എക്സാം എഴുതുന്ന പോലെ തന്നെ പഠിച്ചു വെച്ചതിൽ പകുതി മാത്രമേ ഓർമ്മയുണ്ടാവുള്ളൂ. ഓർമ്മയുള്ളതാണെങ്കിൽ കൃത്യമായിട്ട് ചെയ്യാനും പറ്റത്തില്ല. എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ ട്രെയിനറിയായിട്ടും കൂടെ ഉള്ളതുകൊണ്ട് നമ്മൾ സ്മൂത്ത് ആയിട്ട് തിരിച്ചെത്തി. അപ്പൊ പറഞ്ഞു വന്ന ഇതാണ്, മുട്ടിലെഴുതുന്ന കുട്ടിയെ പിടിച്ച് ഓട്ട മത്സരത്തിന് അയക്കരുത്. സ്ക്യൂബ ഡൈവിങ്ങിന് പോകുന്നവർക്ക് അത്യാവശ്യം വേണ്ടത് ആത്മധൈര്യമാണ്. അതുപോലെ തന്നെ പാനിക് ആവുകയും ചെയ്യരുത്. ഞാനിപ്പോൾ കൈകൊണ്ട് കാണിക്കുന്ന ആംഗ്യം ഞാൻ ഓക്കെയാണ് എന്നുള്ളതാണ്. സ്ഥിരമായിട്ട് മൂക്കൊണ്ട് ശ്വാസം വലിച്ചുകൊണ്ടിരുന്ന ഞാൻ ആദ്യമായിട്ടാണ് സ്ക്യൂബ ഡൈവിങ്ങിന് പോയപ്പോൾ വായു കൊണ്ട് ശ്വാസം വലിക്കാൻ തുടങ്ങി. സ്ഥിരമായിട്ട് ചെയ്ത് ശീലമില്ലാത്ത ഒരു കലാപരിപാടി ആയതുകൊണ്ട് തന്നെ 3/4 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും വായെല്ലാം കഴിക്കാൻ തുടങ്ങി. നമ്മുടെ ബ്രീത്തിങ് പ്രോപ്പർ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഓക്സിജൻ ട്യൂബിലും അതുപോലെ തന്നെ ഗോഗിൾസിലും എല്ലാം എയർ കയറും. ഗോഗിൾസ് വെക്കുന്നതുകൊണ്ടാണ്, അതായത് സ്പെക്സ് വെക്കുന്നതുകൊണ്ടാണ് നമുക്ക് കൃത്യമായിട്ട് അണ്ടർ വാട്ടറിലുള്ള എല്ലാം കാണാൻ പറ്റുന്നത്. അതിപ്പോൾ മീനുകളെ ആയാലും ചിതൽപുറ്റായാലും. ഈ ഗോഗിൾസ് ഇല്ലാന്നുണ്ടെങ്കിലുണ്ടല്ലോ നമ്മളൊന്നും കാണില്ല. ആദ്യമായി സ്ക്യൂബ ഡൈവിംഗ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവരോട് എനിക്ക് പറയാനുള്ളത് ഇതാണ്, കൃത്യമായ പ്രാക്ടീസ് ഒക്കെ ചെയ്ത് ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം വേണം നമ്മൾ സ്ക്യൂബ ഡൈവിങ്ങിന് പോകാൻ. അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കധികം പാനിക്കാവാതെ ചെയ്യാൻ പറ്റും, നമുക്ക് എൻജോയ് ചെയ്യാൻ സാധിക്കും. അല്ലാത്ത പക്ഷം നമ്മൾ ചിലപ്പോൾ ഒരു പക്ഷേ പാനിക്. ആദ്യമായി സ്ക്യൂബ ഡൈവിംഗ് ചെയ്യുന്നവർക്ക് 1/4 മണിക്കൂറിലധികം ഒന്നും ഡൈവ് ചെയ്യാൻ പറ്റും. നമ്മൾ ബ്രീത്ത് ചെയ്യുന്നതിൻ്റെ ഇടയിൽ എങ്ങനെ നമ്മുടെ മൗത്തിൽ എയർ കയറുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിലൊന്ന് പ്രസ് ചെയ്താൽ മതി. അപ്പോൾ എനിക്ക് ട്രെയിനറാണ് പ്രസ് ചെയ്ത് തന്നത്. അങ്ങനെ 3/4 മണിക്കൂർ നേരത്തെ സ്ക്യൂബ ഡൈവിങ്ങിന് ശേഷം ഞാനിതാ മുകളിൽ എത്തിയിരിക്കുകയാണ് മക്കളെ. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് സ്ക്യൂബ ഡൈവിംഗ്. നമ്മൾ ഇതുവരെ ചെയ്യാത്തൊരു കാര്യം ആദ്യമായിട്ട് ചെയ്യുമ്പോൾ അതിൻ്റെതായ ഒരു ഫ്രഷ്നെസ് ഉണ്ട്. നമ്മളും ഒരു മീനിനെ പോലെയൊക്കെ നീന്തി ഒരുപാട് മീനുകളെയും അതുപോലെ തന്നെ പവഴപ്പുറ്റുകളും ഒക്കെ അടുത്ത് കാണുമ്പോൾ കിട്ടുന്ന ഒരു ഫീല് വേറെ തന്നെയാണ്.
എൻ്റെ ബക്കറ്റ് ലിസ്റ്റിലുണ്ടായിരുന്ന ഒരു സംഗതിയായിരുന്നു സ്ക്യൂബ ഡൈവിംഗ്. ലൈഫിൽ ഒരിക്കലെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടായിരുന്നു. അങ്ങനെ ഫൈനലി എൻ്റെ ഒരു ആഗ്രഹം നടന്നു. ഉച്ചക്കത്തെ ഫുഡ് ഈ ഒരു ഐലൻഡിൽ നിന്നായിരുന്നു അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. കുറേ വെറൈറ്റി ഓഫ് ഫുഡൊക്കെ ഉണ്ടായിരുന്നു. Viking cave. Right now, Viking cave, not only the cave have some bird live inside. The bird, the name of that bird we call sweet. Yeah, black, the white color there. In the cave, up inside the cave there. Big company in Thailand controlled by the bird net. After being for the bird net very much, they believe about healthy. ഞങ്ങളെ അടുത്തായിട്ട് കൊണ്ടുപോയത് ഒരു കേവിലായിരുന്നു. അവിടെ സിഫ്ലെറ്റ്സ് എന്ന് പറയുന്ന ബേർഡ്സ് ഉണ്ട്. അവരുടെ സലൈവ വെച്ചിട്ടാണ് നെസ്റ്റൊക്കെ ഉണ്ടാക്കുന്നത്. ഇതിനൊക്കെ ഭയങ്കര ഡിമാൻഡാണ് മാർക്കറ്റിൽ. ഫുഡിൽ ടേസ്റ്റിന് വേണ്ടിയിട്ടും അതുപോലെ മെഡിസിൻ ആയിട്ടൊക്കെ ഇവ യൂസ് ചെയ്യുന്നുണ്ട്. ഇത് പീലെ ലഗൂണാണ്. ഇവിടെ നമുക്ക് സ്വിമ്മിങ് ചെയ്യാനും അതുപോലെ തന്നെ ലോങ് ടെയിൽ ബോട്ടിൽ യാത്ര ചെയ്യാനൊക്കെ ഉള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു. ആളുകൾ ബോട്ടിൽ നിന്ന് ഇറങ്ങി സ്നോർക്കലിംഗ് ചെയ്യുന്ന കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഞങ്ങൾക്ക് ഹാഫ് ആൻ അവർ ടൈം മാത്രമേ ചെലവഴിക്കാൻ കിട്ടിയിരുന്നുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ സ്നോർക്കലിംഗ് ഒന്നും ചെയ്യാൻ പോയില്ല. പകരം അവിടെ നിന്ന് അത്യാവശ്യം നല്ല ഫോട്ടോസൊക്കെ എടുത്തു. ഈ ഒരു ലഗൂണിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ 3 സൈഡും മലയാണ്. മലയാൽ ചുറ്റപ്പെട്ടതാണ് എന്ന് തന്നെ പറയാം. ഒരുവിധ ആളുകളെല്ലാം തന്നെ സ്വിമ്മിങ്ങിന് പോയതുകൊണ്ട് ഞങ്ങൾക്ക് അവിടെ നിന്ന് സൗകര്യമായിട്ട് ഫോട്ടോയൊക്കെ എടുക്കാനുള്ള അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞങ്ങളിപ്പോൾ ഇരിക്കുന്നത് ഷിപ്പിന്റെ ഫ്രണ്ട് ഏരിയയിലാണ് കേട്ടോ. സണ്ണൊക്കെ കുറച്ച് ഡൗൺ ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് സമാധാനമായിട്ടിരിക്കായിരുന്നു. അല്ലെങ്കിൽ ഈ ഏരിയയിലൊക്കെ നല്ല ഹ്യൂമിഡിറ്റിയാണ്. നല്ല കൂളിംഗ് ആയിരുന്നു അവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഞങ്ങളെപ്പോലെ ഒരുപാട് ബോട്ടുകൾ അവിടെ വന്ന് നിർത്തിയിട്ടുണ്ടായിരുന്നു. ആളുകൾ അതിൽ സ്വിമ്മിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു, സ്നോർക്കലിംഗ് ചെയ്യുന്നുണ്ടായിരുന്നു. ഒരുപാട് ആളുകൾ ബോട്ട് റൈഡ് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു. ഇവിടെയാണ് ആക്ച്വലി ലോങ് ടെയിൽ ബോട്ട് യൂസ് ചെയ്ത ആളുകൾ റൈഡ് ചെയ്തുകൊണ്ടിരുന്നത്. ഇഷ്ടപ്പെട്ടോ? ഇവിടെ എന്താ ഇഷ്ടപ്പെട്ട ഏറ്റവും കൂടുതൽ? സ്ഥലം നല്ല വ്യൂസാണ്. പില്ലയിലാക്കുന്നതാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. 3 സൈഡിൽ മൗണ്ടൻസ്, അടുത്തൊരു ക്രീക്ക് പോലെ നല്ല രസമുണ്ട്. സ്ക്യൂബ ഡൈവിംഗ് എല്ലാം കഴിഞ്ഞ് വെറ്റായിരുന്നതുകൊണ്ട് ഞാൻ ശൃംഗേറായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മൾ അടുത്തത് നാഷണൽ പാർക്കിലേക്കാണ് പോകുന്നത്. ഗൈസ്, സോ അഡോറബിൾ. ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. നമ്മളിപ്പോൾ പോകുന്നത് മായാബേ ഐലൻഡിലേക്കാണ്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തൊട്ടടുത്തടുത്തായിട്ട് ചെറിയ ചെറിയ മൗണ്ടെയിൻസ് പോലത്തെ പരിപാടികൾ കാണാൻ സാധിക്കും. അധികം ആർക്കും അറിയത്തില്ലാത്തൊരു സ്ഥലമായിരുന്നു മായാബേ. 2000 ഇറങ്ങിയ ഒരു മൂവി ഉണ്ടായിരുന്നു, ലിയോണാർഡോ ഡിക്കാപ്രിയോയുടെ ദ ബീച്ച് എന്ന് പറഞ്ഞ മൂവി. അതിനുശേഷമാണ് ഈ ഒരു ഐലൻഡ് ഭയങ്കരമായിട്ട് ഹിറ്റായത്. ഏകദേശം 2018 ജനത്തിരക്കും അതുപോലെ തന്നെ എൻവയോൺമെന്റൽ പ്രോബ്ലംസും ഇഷ്യൂസും ഒക്കെ കാരണം ഇതങ്ങ് പൂട്ടിയിട്ടു. ഏകദേശം 4 വർഷത്തിന് ശേഷം, അതായത് 2022 പിന്നീട് ഇത് റീഓപ്പൺ ചെയ്യുന്നത്. ഇവിടുത്തെ എക്കോസിസ്റ്റം സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി തന്നെ പിന്നീട് ഒരുപാട് റെസ്ട്രിക്ഷൻസ് വെച്ചിട്ടാണ് ഇവർ വീണ്ടും റീഓപ്പൺ ചെയ്യുന്നത്. ഇവിടെ സ്വിമ്മിംഗ് ഇപ്പോൾ പ്രൊഹിബിറ്റഡ് ആണ്. അതുപോലെ തന്നെ ഈ വെള്ളത്തിൽ ഇറങ്ങുമ്പോൾ നമുക്ക് നീ ഡെപ്ത് ലെങ്ത്തിൽ മാത്രമേ ഇറങ്ങാൻ പറ്റത്തുള്ളൂ. എൻവയോൺമെന്റ് സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഒരുപാട് സമയമൊന്നും അവിടെ സ്പെൻഡ് ചെയ്യാൻ അവർ അനുവദിച്ചിരുന്നില്ല. ആകെ 30 മിനിറ്റ് നേരം മാത്രം ഞങ്ങൾക്ക് അവിടെ സ്പെൻഡ് ചെയ്യാൻ അവർ സമയം തന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അതിൽ 15-20 മിനിറ്റ് ഓൾറെഡി നമ്മൾ നടന്ന് നമ്മുടെ സമയം തീരും. പിന്നെ ഉള്ളത് ആകെ ഒരു 5 മിനിറ്റാണ് നമുക്ക് അവിടെ സ്പെൻഡ് ചെയ്യാൻ കിട്ടുക. എന്തായാലും മായാബേ ബീച്ചിലേക്ക് നടന്നു പോകുന്ന ഈ വഴി വളരെ മനോഹരമായിരുന്നു. നമുക്ക് ഫോറസ്റ്റ് ഏരിയയിലൂടെയൊക്കെ നടന്നു പോകുന്ന ഒരു ഫീല് തരും ഇതിൽ കൂടെ നടന്നു പോകുമ്പോൾ. അതുപോലെ തന്നെ നല്ല കൂളിംഗും ഉണ്ടായിരുന്നു. മരങ്ങളൊക്കെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. എങ്ങോട്ടാണ് നടന്നു പോകേണ്ടത് എന്ന് അറിയത്തില്ലാത്തതുകൊണ്ട് ഞങ്ങളും ആൾക്കാർ പോകുന്നതിൻ്റെ പുറകെ വെച്ചടിക്കുന്നുണ്ടായിരുന്നു. ഇവിടുന്ന് കുറച്ചധികം ദൂരം നടക്കണം നമുക്ക് ബീച്ചിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. ജൂൺ മാസത്തിൽ പോയതുകൊണ്ട് തന്നെ ഇവിടെ നല്ല ചൂടായിരുന്നു. നമുക്ക് ചൂടും അതുപോലെ തന്നെ ആവിയും ഹ്യൂമിഡിറ്റി ഒക്കെ ഉള്ളതുകൊണ്ട് നല്ല ആവിയായിരുന്നു. കുറച്ച് കഴിയുമ്പോൾ തന്നെ നമുക്ക് മടുത്തു തുടങ്ങും. അതുപോലെ തന്നെ ഒരുപാട് വെള്ളം കുടിക്കാനൊക്കെ തോന്നും. അപ്പോൾ പോകുന്ന വഴിയിലെല്ലാം തന്നെ ഒരുവിധം ഷോപ്സുകളിൽ നിന്നൊക്കെ ഞങ്ങൾ വെള്ളം വാങ്ങി കുടിക്കുകയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്, ഇവിടുത്തെ ഹ്യൂമിഡിറ്റിയും ചൂടും ഒക്കെ കാരണം. അങ്ങനെ നമ്മൾ നടന്ന് ഏകദേശം മായാബേ ബീച്ചിനടുത്തേക്കൊക്കെ എത്താറായിട്ടുണ്ട്. അവിടെ ഒരു ആൾക്കൂട്ടം നമുക്ക് കാണുന്നുണ്ട്. എന്താണെന്ന് പോയി നോക്കാം. ഇവിടുത്തെ ഐലൻഡ്സിൻ്റെയും ബീച്ചിൻ്റെയൊക്കെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലൊന്നും കാണത്തില്ലാത്ത ഒരു നീല നിറമാണ് ഇവിടുത്തെ വെള്ളത്തിന്. അതുകൊണ്ട് തന്നെ കാണാൻ നല്ല ഭംഗിയാണ്. എന്ത് രസമാണ് ഈ ബീച്ച് കാണാൻ. നമുക്ക് ഇവിടുന്ന് മാത്രമേ കാണാൻ സാധിക്കുള്ളൂ എന്നൊക്കെ കരുതി നോക്കുമ്പോഴാണ് ആളുകൾ അതുവഴി തേരാപ്പാര നടക്കുന്നത്. പിന്നെ ഒന്നും നോക്കിയില്ല, ഞങ്ങളും ആളുകളുടെ പുറകെ വിട്ടടിച്ചു. അങ്ങനെ കുറച്ചു ദൂരം നടന്നു കഴിഞ്ഞ് നോക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് ഇറങ്ങാനുള്ള ചെറിയൊരു വഴിയൊക്കെ നമ്മൾ കാണുന്നത്. അങ്ങനെ ഞങ്ങൾ അവരെ ഫോളോ ചെയ്ത് നേരെ ബീച്ചിലേക്ക് എത്തി.
ശരിക്കും ബീച്ചിലേക്ക് ഇറങ്ങിയപ്പോൾ നല്ല സന്തോഷമായിരുന്നു. ഭയങ്കര ഒരു ഹാപ്പി ഫീലിംഗ്. എന്ത് രസമായിട്ടാണ് ഇത് ഗോഡ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതെന്നൊക്കെ നമുക്ക് തോന്നിപ്പോകും. അത്ര മനോഹരമായിട്ടുള്ളൊരു സ്ഥലം. പക്ഷേ ഞങ്ങൾക്ക് സങ്കടം തോന്നിയ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ഷോർട്ട് ടൈം മാത്രമേ ഞങ്ങൾക്ക് അവിടെ സ്പെൻഡ് ചെയ്യാൻ സമയം കിട്ടിയുള്ളൂ എന്നുള്ളതാണ്. 1 ഡേ ഫുൾ സ്പെൻഡ് ചെയ്യാനുള്ള സ്ഥലത്ത് പോയിട്ടാണ് ഞങ്ങൾ വെറും 5 മിനിറ്റ്സ് കൊണ്ട് സ്പെൻഡ് ചെയ്ത് തിരിച്ചത്. അങ്ങനെ ഉള്ള ടൈമിൽ ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. ഫോട്ടോ എടുക്കാൻ ഇത്രയും നല്ല സ്ഥലം കിട്ടിയിട്ടും അതിനുള്ള സമയം ഇല്ലാതായി പോയല്ലോ എന്നുള്ളതായിരുന്നു ഫോട്ടോഗ്രാഫറായ എൻ്റെ ഒരു വിഷമം. വളരെ കഷ്ടപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഫോട്ടോ എടുത്ത് കൊടുക്കുന്നത് കണ്ട് ദയ തോന്നി ഒരാൾ ഞങ്ങളോട് പറഞ്ഞു ഞങ്ങളുടെ കപ്പിൾ ഫോട്ടോ വരാറുണ്ട്. അങ്ങനെ അയാളുടെ കയ്യിൽ ഞങ്ങൾ ക്യാമറയ്ക്ക് കൊടുത്ത് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുപ്പിച്ചു. എങ്ങനെയുണ്ട് സ്ഥലം? ഇഷ്ടപ്പെട്ടോ? കൊള്ളാം, കാണാൻ കൊള്ളാം. നല്ല സീയാണ്. അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ അടിപൊളിയാണ്. ഇത്ര എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് തിരിച്ചു കയറാൻ തീരെ മനസ്സുണ്ടായിരുന്നില്ല. പക്ഷേ എന്ത് ചെയ്യാം, ഞങ്ങൾ കൂടുതൽ നേരം അവിടെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ ടീം അംഗങ്ങൾ അവിടെ ഇട്ടേച്ച് പോകും എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ നേരെ തിരിച്ചു പോകും. ഹലോ. ബീച്ചിലിറങ്ങി അറിയാമല്ലോ, ഫുള്ള് മണലായിരിക്കും. അങ്ങനെ ദേഹത്തായ മണലെല്ലാം ഫുൾ ഞങ്ങൾ കൊട്ടിക്കളഞ്ഞ് നേരെ തിരിച്ചു കയറി. പറഞ്ഞ ലൊക്കേഷനിൽ എത്താൻ വേണ്ടി ഞങ്ങൾക്ക് കുറച്ചുകൂടെ നടക്കാനുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നടന്നു പോകുന്ന വഴിക്കാണ് ഈ സംഗതി. കുറേ രൂപങ്ങളൊക്കെ വെച്ച് അതിന് മുമ്പ് തിരിയൊക്കെ കത്തിച്ച് വെച്ചിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു. എന്നാന്ന് എനിക്ക് കറക്റ്റായിട്ട് മനസ്സിലായില്ല. എന്തായാലും ഞങ്ങൾ തിരിച്ചിങ്ങ് പോന്നു. ഞങ്ങൾ ബോട്ടിൽ നിന്ന് ഇറങ്ങിയ പാടെ ബീച്ചിലേക്ക് ഓടിയത് കൊണ്ട് ഞങ്ങൾക്ക് അവിടെയുള്ള ആ ഒരു പ്രകൃതി ഭംഗിയോ സൗന്ദര്യമോ ഒന്നും ആസ്വദിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങൾക്ക് പോകാറായ സമയമായത്തേക്ക് നേരെ ഓടിപ്പോയി. കാരണം ഞങ്ങൾക്ക് അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ പറ്റിയാലോ എന്ന് കരുതിയിട്ട് ഞങ്ങൾ അങ്ങോട്ടേക്ക് ഓടി പോവാണ്. ഇവിടെ നിന്ന് താഴേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ആളുകൾ മുകളിലേക്ക് കയറി വരുന്നത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ വിസിറ്റ് ചെയ്ത ഒരുപാട് ടൂറിസ്റ്റ് താഴേക്ക് ഇറങ്ങി പോകുന്നതും കാണാൻ സാധിക്കും. അതിൻ്റെ അർത്ഥം ഇവിടെ നല്ല പോപ്പുലാരിറ്റി ഉണ്ടെന്നുള്ളതാണ്. ആ ഒരു ഫിലിം വന്നതിന് ശേഷം ഇവിടെ ഒരുപാട് ഫിലിംസിൻ്റെ ഷൂട്ടിങ്സും കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജൂൺ ജൂലൈ മാസം അത് ഓഫ് സീസൺ ആയതുകൊണ്ട് തന്നെ ആളുകൾ ഒരുപാട് ഈ ഒരു ടൈമിൽ വരാറുണ്ട്. അങ്ങനെ മായാബേയിലെ കാഴ്ചകളെല്ലാം കടന്ന ശേഷം ഞങ്ങളിപ്പോൾ എത്തിയിരിക്കുന്നത് കോക്ക ഐലൻഡിലാണ്. ഞാനിപ്പോൾ കാലിട്ടിരിക്കുന്ന ഈ ഷൂസ് നമുക്ക് സ്ലിപ്പറി സർഫസിലൂടെ നടക്കാൻ പറ്റുന്ന ഒരു ഷൂസാണ്. അതായത് വെള്ളത്തിലൂടെയൊക്കെ സ്ലിപ്പറി സർഫസിലൂടെയൊക്കെ നമുക്ക് നടക്കാൻ പറ്റുന്ന ഷൂസാണ്. ഇത് വെച്ച് നടക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ എന്തെങ്കിലും പോയിസണസ് പ്ലാന്റ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ കാലിൽ കൊണ്ട് വരില്ല. നമുക്കിവിടെ സിനോലിൻ എന്ന് പറഞ്ഞൊരു കുറച്ച് ചെടികളുണ്ട്. അതിൽ നമ്മൾ കാല് കുത്തുവാണെങ്കിൽ നമ്മുടെ കാല് മൊത്തം പോയിസൺ കയറി 1 വീക്ക് പെയിൻ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഷൂ. 3/4 മണിക്കൂറോളം ഈ ഒരു ഐലൻഡിൽ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ടോണി ആശൻ നമുക്ക് അനുവാദം തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്ക് ഇവിടുന്ന് എന്ത് വേണമെങ്കിലും കഴിക്കാം. ഇവിടെ കോക്ടെയിൽ അവൈലബിൾ ആണ്, ബിയർ അവൈലബിൾ ആണ്, അതുപോലെ എല്ലാ പരിപാടികളും ഇവിടെ അവൈലബിൾ ആണ്. ഇവിടെ നിന്ന് ഒരു ജ്യൂസും അതുപോലെ തന്നെ ഒരു ബർഗറും ഓർഡർ ചെയ്തു. അത് വരാൻ അത്യാവശ്യം നല്ല സമയമെടുത്തു. ഐലൻഡുകൾ മുഴുവൻ ഞങ്ങൾ നട്ടുച്ച വെയിലത്ത് തെണ്ടി നടന്നുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ വന്ന് സ്പെൻഡ് ചെയ്യാനുള്ള ഒരു ആരോഗ്യമൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ജ്യൂസും ബർഗറും എല്ലാം കഴിച്ച് ഒന്ന് ആരോഗ്യം വെച്ച് വന്നപ്പോഴേക്കും നമുക്ക് പോകാനുള്ള സമയം ഏതാണ്ടായി. അങ്ങനെ ലാസ്റ്റ് കിട്ടിയ ഒരു 5-10 മിനിറ്റിനുള്ളിൽ പെട്ടെന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തു. ഒരു ടൈമിൽ ഇവിടെ വന്ന ആളുകൾ സ്വിമ്മിങ്ങും സ്നോർക്കലിങ്ങും എല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു. ഗോവ ബീച്ചിലൊക്കെ പോയി ഇറങ്ങിയ ഒരു ഫീലാണ് ഇവിടെ. അപ്പോൾ പറഞ്ഞു വന്ന ഇതാണ്, നിങ്ങൾക്ക് എൻജോയ് ചെയ്യാനും എക്സ്പ്ലോർ ചെയ്യാനും ഒന്നും പട്ടായ വരെ പോയി കഷ്ടപ്പെടേണ്ട കാര്യമില്ല. ഇവിടെ ഫുക്കറ്റിൽ വന്നാലും മതി. അങ്ങനെ ഫുക്കറ്റിൽ വന്നിട്ട് ആദ്യത്തെ ദിവസം ഐലൻഡ് കാണാൻ പറ്റിയില്ല എന്നുള്ള നിഖിലിൻ്റെ പരാതി ഇതോടെ തീർന്നു കിട്ടി. ഉള്ള ഐലൻഡ് മൊത്തം നല്ല തീപ്പൊരി വെയിലത്ത് ചുറ്റി നടന്ന് കണ്ട് ഞങ്ങൾ നല്ല ടയേർഡായിട്ടുണ്ട്. അങ്ങനെ അതിസാഹസികമായ ഗജാമിനി വാക്കിന് ശേഷം ഞങ്ങൾ തിരിച്ച് ബോട്ടിലെത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അങ്ങനെ ഞങ്ങളുടെ ഐലൻഡ് വിസിറ്റ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് ബോട്ടിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോകുമ്പോൾ വണ്ടി നമ്പറൊക്കെ നോട്ട് ചെയ്യണമെന്ന് നിർദ്ദേശം അദ്ദേഹം നൽകുന്നതാണിത്. അങ്ങനെ ഞങ്ങൾ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് തന്നെ തിരിച്ചെത്തിയിട്ടുണ്ട്. ഞങ്ങൾ തിരിച്ചെത്തിയിട്ടുണ്ട്. വന്ന വണ്ടിക്ക് തന്നെ തിരിച്ചു കയറാൻ വേണ്ടി പോവുകയാണ്. ചെറുകിൽ എന്താണ് തിരയിൽ നിർത്തി പോവാറായിട്ടോ. ഞങ്ങൾ വണ്ടിയിൽ കയറിയിട്ടുണ്ട്. കൊച്ചു ഐലൻഡ് ബ്ലോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോയുമായി വരുന്നതായിരിക്കും. ബൈ ബൈ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.